ഞങ്ങൾ ഇതിൻ്റെ അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലത്താണ്. പാഞ്ചാലിമേട് എന്ന് പറയും. കുട്ടിക്കാനത്ത് ആണ് ഈ സ്ഥലം, പാഞ്ചാലിമേട്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഉടമസ്ഥനാണ് നമ്മുടെ അനിൽ ഫിലിപ്പ് ചെറിയാൻ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു ഒരു കാറും എടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളാണ്. അതുപോലെ ജിമ്മി ഡോക്ടറുണ്ട്. ഞങ്ങളിവിടെ നിന്ന് ഇവിടെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ ഈയിടെ സ്പെയിനിലൊക്കെ പോയല്ലോ, അവിടെ എന്തോ ഈ തക്കാളി ഏറ് കണ്ടിട്ടുണ്ട്. എന്താ ടൊമാറ്റോ, ഒത്തിരി പ്രത്യേകതകളുള്ളൊരു ഒരു യാത്രയായിരുന്നു. തക്കാളി എറിയാൻ പോയോ? തക്കാളി എറിയാൻ പോയതിനകത്ത് രസം എന്ന് വെച്ചാൽ ഞാൻ പോയത് 3 രാജ്യങ്ങളാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് പോർച്ചുഗലില്, പിന്നെ ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞത്. മഡീറ ഐലൻഡിൽ പോയോ? നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്ഥലം. അവിടെ പോയോ? പിന്നെ സ്പെയിൻ വന്നു, ബാഴ്സലോണ, മാഡ്രിഡ്, എല്ലാം ഫുട്ബോൾ ക്ലബ്സ് അവിടുത്തെ, ലിസ്ബൺ, അങ്ങനെ ഫുട്ബോൾ ക്ലബ്സ്, മാഡ്രിഡ് സ്റ്റേഡിയം ഒക്കെ പോയി കണ്ടു. പിന്നെ തക്കാളിയാറിനെ കുറിച്ച് പറഞ്ഞാൽ, തക്കാളിയാർ അതിൻ്റെ ഒരു ഐഡിയ ഇത് തുടങ്ങി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദിവസം തെരുവിൽ 2 പിള്ളേർ വന്ന് വഴക്കുണ്ടായപ്പം അടുത്ത കടയിൽ നിന്ന് തക്കാളി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് എറിഞ്ഞു. അടുത്ത വർഷം ഇതേ ദിവസം ഇവർ വീണ്ടും കൂട്ടാണല്ലോ, വന്നിട്ട് വീണ്ടും കുറച്ച് തക്കാളിയുമായിട്ട് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് എറിഞ്ഞു. ഇന്ന് ലോകത്തിലെ ഒരു വലിയ ആഘോഷമായിട്ട് ഇത് മാറി. ഈ രാജ്യം ഇതിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യാം. ഞാൻ കഴിക്കാനുള്ള ഒരു സാധനം ഇങ്ങനെ എറിഞ്ഞ് നാശമാക്കും. രസമുണ്ട്. അതിന്റെ വിഷ്വൽസ് ഞാൻ ഇതിന്റെ കൂടെ ഇമ്പോർട്ട് ചെയ്യാം. 7 വലിയ ട്രക്ക് എന്ന് പറഞ്ഞാൽ വലിയ ട്രക്കില്ല, നമ്മുടെ ആ ട്രക്ക് നിറയെ സാധനം കൊണ്ടുവരും. ഈ തക്കാളിയുമായിട്ട് വരിക. എന്നിട്ട് ഈ ട്രക്കിൽ നിന്നിട്ട് ഇവർ നമ്മുടെ ദേഹത്തോട്ട് എറിയും, എന്നിട്ട് നമ്മൾ പിടിച്ച് തിരിച്ചെറിയും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും. എന്നിട്ട് മൊത്തത്തിൽ നമ്മൾ ഈ തക്കാളിക്കകത്ത് അങ്ങ് കുളിക്കുകയാണ്. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ സൈഡിൽ നിന്ന് ആൾക്കാർ വെള്ളം കൂടി. നമ്മൾ തക്കാളി എറിയാൻ ചെല്ലുന്നതിന് വല്ല പൈസ ഉണ്ട്. അപ്പൊ ഇതിന് ഒരു വലിയ മാർക്കറ്റിംഗ് ആക്കി. അപ്പൊ നമ്മളെപ്പോഴും ഇവിടെ ചെല്ലുമ്പോഴും നമുക്കൊരു ഗൃഹാതുരത്വം ഉണ്ട്. ഈ ഗൃഹാതുരത്വം അതിനെ റൺ ചെയ്യുന്ന എങ്ങോട്ടാണെന്ന് വെച്ചാല്, ഈ ഞാനിപ്പോൾ അവിടെ ഇരുന്ന് ആലോചിച്ചു, ഞാനൊരു ആറന്മുളക്കാരനാണ്. ഒരു ആറന്മുളക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ വള്ളംകളി മാർക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പെയിനിലെ തക്കാളിനെക്കാട്ടിൽ എത്രയോ പൈതൃകവും വലിയ സംഭവമുണ്ട്. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രം, നമ്മുടെ ആറന്മുള കണ്ണാടി, നമ്മുടെ തൃശ്ശൂർ പൂരം, പുലികളി, അതുപോലെ നമുക്ക് അനേകം കാര്യമുണ്ട്. ഇതിനെയൊക്കെ ഒന്ന് മാർക്കറ്റ് ചെയ്തിരുന്നുണ്ട്. ലോകത്തിൽ നമ്മുടെ അത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യം, നമുക്ക് അതിന്റെ മാർക്കറ്റിംഗ് കറക്റ്റ് ആവുന്നില്ല. ഇതൊരു വലിയ സംഭവം. പിന്നെ ഞങ്ങൾ ബുൾ ഫൈറ്റ് കാണാൻ പോയി, കാളപ്പോര്. അതൊരു സ്പെയിനിൽ. അത് പക്ഷേ ഒരു ക്രൂവൽ ഗെയിമാണ്. ക്രൂവൽ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ കൂടി ഒരു ഭയങ്കരമായ ഒരു കാളെ കൊല്ലും ലാസ്റ്റ്. അങ്ങനെ അതാണ് അതിന്റെ കളിയുടെ ജയം. അതൊരു വല്ലാത്തൊരു കാഴ്ച. നമുക്ക് അതിനകത്ത് അല്ല നമ്മൾ വലിയ സ്റ്റേഡിയത്തിലെ നമ്മളെ പറ്റത്തില്ല. എത്ര പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇല്ല, നമ്മൾ വലിയ ടിക്കറ്റ് എടുത്ത് ഇതിന് കയറില്ല. അപ്പൊ ഇതൊക്കെ ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോ അതിനകത്ത് ഉദ്ദേശിച്ചത് ഇത് കണ്ടെന്ന് വെച്ചാൽ, നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ കേരളത്തിന്റെ ഒരു വിഷണറീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യവും ഏറ്റവും ജീവിത സുഖങ്ങളുള്ള ഒരു രാജ്യവുമായി മാറേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. അതുപോലെ തന്നെ ഈ പാഞ്ചാലിമേട് തരുന്ന ഒരു വൈബ് എന്ന് പറയുന്നത്, നമ്മളെന്തിനാ കൊടൈക്കനാലിലും ഊട്ടിയിലൊക്കെ പോകുന്നത്? പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്തു നിന്നും പാലായിൽ നിന്നും ഈരാറ്റുപേട്ടയിൽ നിന്നും 1.5 മണിക്കൂർ മതി. ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ അല്ല 1.25 മണിക്കൂറിൽ എത്തിച്ചേരാവുന്ന 40 ഡിഗ്രിയിൽ നിന്ന് 20 ഡിഗ്രിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ. ഈ ട്രാൻസിഷൻ ഇവിടുത്തെ ഏറ്റവും വലിയ എൻജോയ്മെന്റ്. ഇത് ആക്ച്വലി നമ്മളിത് ശരിക്കും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹവും. അത്തരത്തിൽ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഡോസ് എന്ന് പറയുന്ന ഡോപ്പാമിൻ, ഹാപ്പി ഹോർമോൺസ്, ഡോപ്പാമിനും എൻഡോർഫിനും ഓക്സിറ്റോസിനും സെറാട്ടോണിനും ഒക്കെ എൻഹാൻസ് ചെയ്യും ഇവിടെ വന്നിരിക്കുമ്പോൾ. നമ്മുടെ ബുദ്ധി ശരിയല്ലേ? നല്ല രസമുണ്ട്, അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞാൻ അതിന് ഏറ്റവും വലിയൊരു ഒരു ഉദാഹരണം പറഞ്ഞാലേ, ഞാനൊരു ഒരു സീനിയർ ഡയബറ്റിക്കാണ്. ഒരു 30 വർഷമായിട്ട് എനിക്ക് ഡയബറ്റിക് ഉണ്ട്. ഞാൻ 2-3 നേരം ഇൻസുലിനും 5-10 ഗുളികയൊക്കെ കഴിച്ച് നിൽക്കുന്ന ആളാണ്. എൻ്റെ ബോഡിയിൽ കണ്ട ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്ന ദിവസങ്ങളിൽ എൻ്റെ ഈ പറയുന്ന കൗണ്ട്സ് എല്ലാം, എൻ്റെ BP കുറയുന്നുണ്ട്, എൻ്റെ ഡയബറ്റിക് പക്ക കൺട്രോൾഡ് ആവുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ സാധാരണ ഞാൻ ഈ കയ്യിലൊരു മെഷീൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്.